തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരത്തേക്ക് പോകാം. ജില്ലയിൽ സിറ്റിയിലും റൂറൽ ഭാഗങ്ങളിലുമായി 100ഓളം ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടെന്നാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. കാട് മൂടിക്കിടക്കുന്ന പലയിടങ്ങളും ലഹരിയുടെ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുകയാണ്. തിരുവനന്തപുരം കരമനയിലാണ് സുനിഷ അയലൂർ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് 6 വർഷം മുൻപ് അനന്തു എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി 12-അംഗ സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സുനിഷ അയലൂർ, ഗുഡ് ഈവനിംഗ്. ഡാർക്ക് സ്പോട്ടുകളിൽ എന്തെങ്കിലും രീതിയിൽ വെളിച്ചം വന്നിട്ടുണ്ടോ എന്നതാണ് നമ്മൾ തേടുന്നത്. ഇപ്പോഴും അതൊരു ബ്ലാക്ക് സ്പോട്ടായി നിലനിൽക്കുകയാണോ സുനിഷ? സുജയ, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തിന്റെ നഗരഭാഗമായ കരമന നിറമൺകരയിലാണ്. ഈ ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷവും ഇതേ ഭാഗത്ത് ഈ ബ്ലാക്ക് സ്പോട്ട് തേടി വന്നിരുന്നു. അന്ന് കണ്ട കാഴ്ച എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സുജയ, ഈ നേരത്തെയും ഈ ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങളാൽ ഒരു ഭാഗം നിറഞ്ഞിരുന്നു. ഇനി അകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വിശാലമായ രീതിയിൽ കാട് മൂടിയ സ്ഥലമാണ്. മറ്റ് ചെറിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെയും അകത്തോട്ട് കാണാനും കഴിയുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്താണ് ഇങ്ങനെ ഒരു സ്ഥലം നിൽക്കുന്നത് എന്നതാണ്. ഇങ്ങനെ കിലോമീറ്ററോളം ഇത്തരത്തിൽ ഈ മാലിന്യം കാണാം. അതിന് പിന്നാലെ തന്നെ ആ അകത്തോട്ട് വലിയ രീതിയിൽ തന്നെ കാട് മൂടിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. 2019 ഒരു യുവാവിനെ മൃഗീയമായ രീതിയിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ഈ കാണുന്ന ഇവിടെ വെച്ചാണ് എന്നതാണ്. ഇതിനകത്തോട്ട് പോയാണ് ആ യുവാവിനെ 12-അംഗ സംഘം അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നത്. അപ്പോഴും പോലീസ് ഈ പ്രതികളെ പിടികൂടിയപ്പോഴും മനസ്സിലായത് ഈ പ്രതികൾ ലഹരിക്ക് അടിമകളായിരുന്നു എന്നതാണ്. പ്രതികളിൽ ഒരാളുടെ പിറന്നാൾ ദിനം അനന്തു എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുവരികയും പിന്നാലെ തന്നെ ഈ നാഷണൽ ഹൈവേയിൽ ഇറങ്ങി ഇവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് അകത്തോട്ട് പോയാൽ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിച്ചുകൊണ്ടായിരുന്നു മൃഗീയമായി കൊലപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് പോയത്. ഞരമ്പുകൾ മുറിക്കുന്നു, കണ്ണിൽ സിഗരറ്റ് വെച്ച് പൊള്ളിക്കുന്നു, തലയിലും കയ്യിലും അടക്കം ആഴത്തിലുള്ള പരിക്കുകൾ ഉണ്ട് എന്ന് കണ്ടിരുന്നു. മർദ്ദനത്തിൽ തലയോട്ടി തകർന്നാണ് മരണകാരണം എന്നതടക്കമായിരുന്നു അന്ന് മനസ്സിലാകുകയും ചെയ്തത്. അങ്ങനെ രാത്രിയിൽ അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ പോലും ഒരുപക്ഷെ ഈ സമയമോ അല്ലെങ്കിൽ രാവിലെയോ പോലും ഇതിനകത്ത് ഒരാൾ കയറിയാൽ കാണാൻ കഴിയില്ല എന്നതാണ്. നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്താണെങ്കിൽ പോലും ഒരാൾക്ക് ഇതിനകത്ത് ഒളിച്ചിരുന്നാൽ പോലും കാണാൻ കഴിയാത്തത്ര രീതിയിൽ കാടുമൂടിയും അങ്ങനെ ഈ വേസ്റ്റായും ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ വേസ്റ്റിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെയും പല വേസ്റ്റുകളും കാണാൻ കഴിയും. ഇതിനകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ചാൽ പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ്. സാധാരണ രീതിയിൽ ആളുകൾ ഈ വഴി പോകുമ്പോൾ വേസ്റ്റ് ഈ ഭാഗത്തേക്ക് കളയുന്നുണ്ട്. കാരണം സാധാരണ രീതിയിൽ വേസ്റ്റ് ഇടുന്ന ഭാഗമാണ് എന്ന രീതിയിൽ വേസ്റ്റ് കളയുന്നുണ്ട്. പക്ഷേ അതിനായി തന്നെ ഇവിടെ ഒരു ലഹരി സംഘത്തിന് നിർബാധം പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് സ്പോട്ടായി ഇവിടം ഇപ്പോഴും കിടക്കുകയാണ്. കരമന നിറമൺകരയിൽ നിന്നാണ് ഇപ്പോൾ സുനിഷ അയലൂർ നമുക്കൊപ്പം ചേർന്നത്. ലഹരി സംഘങ്ങൾക്ക് താവളമാകുന്ന ഇടങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അധികൃതരെ വിവരമറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ നമ്പർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാം. വിവരം തരുന്നയാളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ മറ്റ് പേര് വിവരങ്ങളോ നമ്മൾ പരസ്യമാക്കുകയുമില്ല.